നിരന്തരം വിദ്വേഷ പരാമർശം നടത്തിയിട്ടും വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാത്തത് സിപിഎമ്മിന്റെ പിന്തുണയുള്ളതുകൊണ്ടാണെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ. നിലമ്പൂരിലെ വിദ്വേഷ പ്രസംഗത്തിന് കേസെടുത്തിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി വീണ്ടും ഇതുപോലെ ആവർത്തിക്കില്ലായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തല്ല, RSSന്റെ തലപ്പത്താണ് ഇരിക്കേണ്ടതെന്നും ഹമീദ് മാസ്റ്റർ. അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ അരികുവൽക്കരിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് ഞങ്ങളിതിനെ കാണുന്നുള്ളൂ. ഇതൊന്നും മറുപടി അറിയിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കണം, ഞങ്ങൾക്കത് ആവശ്യപ്പെടാനുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് നാരായണീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിന് അവലത്തിരിക്കുന്നതിന് പകരം RSSന്റെ നേതൃത്വം അദ്ദേഹത്തിന് ഏറ്റെടുക്കണം. അദ്ദേഹത്തിന് ഏറ്റവും കരണീയമായ പോസ്റ്റ് അതാണ്, RSSന്റെ നേതൃത്വം. ജംഷീർ, കഴിഞ്ഞ ദിവസത്തെ വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശം ഇതിൽ തന്നെയായിരുന്നു ലീഗിന്റെ പ്രതികരണം? തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഇത്തരത്തിലുള്ള ഈ വർഗീയ പരാമർശം, ഇന്നലെ കോട്ടയത്ത് SNDP നേതൃയോഗത്തിന്റെ ഉദ്ഘാടനത്തിൽ നടത്തിയ ഈ വർഗീയ പരാമർശത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് CPMന്റെ പിന്തുണയോടുകൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. എന്ന് വെച്ചാൽ തുടരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് CPMന്റെ പിന്തുണയോടുകൂടിയാണെന്നാണ് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത്. പ്രധാനമായും നേരത്തെ, അതായത് നമുക്കറിയാവുന്നതുപോലെ നിലമ്പൂരിൽ സമാനമായ രീതിയിലുള്ള ചില വർഗീയ പരാമർശങ്ങൾ ഈ SNDP ഇദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരുന്നു. അന്ന് തന്നെ ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസെടുക്കുകയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വീണ്ടും അദ്ദേഹം നടത്തുമായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറയുന്നത്. ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോഴും CPMഉം സർക്കാരും പോലീസും അദ്ദേഹത്തെ തലോടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇതിനകത്തൊരു കൃത്യമായ ഇടപെടൽ നടത്താത്തതാണ് വീണ്ടും ഇത്തരത്തിലുള്ള പരാമർശത്തിലേക്ക് ഇദ്ദേഹം പോകുന്നത് എന്നുള്ളതാണ്. ഈ പരാമർശത്തിൽ ഈ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുള്ള പ്രതികരണവും വരുന്നത്. ഇദ്ദേഹം ജംഷീർ, ഈ കഴിഞ്ഞ ദിവസത്തെ ഈ വിദ്വേഷ പരാമർശം, അതിനുശേഷം ഇന്നിപ്പോഴിതാ കൊച്ചിയിലെ പരിപാടിക്കിടയിൽ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. മന്ത്രിയുടെ ഭാഗത്ത് തന്നെ അങ്ങനെയുള്ള വാക്കുകളാണ് ആ പരിപാടിക്കിടയിൽ വന്നത്. ആരും തന്നെ ഈ ഒരു പരാമർശത്തെ കുറിച്ച് പരാമർശിക്കാനോ അല്ലെങ്കിൽ അതിലെ കുറ്റങ്ങളെക്കുറിച്ച് പറയാനോ തന്നെ അവിടെ തയ്യാറായിട്ടില്ല എന്നാണ് നേരത്തെ ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ MK ഷുക്കൂറും പറഞ്ഞത്. അപ്പോൾ ഈ വിഷയത്തെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ലീഗ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആരോപിക്കുന്ന കാര്യങ്ങൾ വസ്തുതയാണെന്ന് വ്യക്തമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് പറയുന്നത് CPMന്റെ പിന്തുണയോട് കൂടി തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. നേരത്തെ പല പരാമർശങ്ങൾ നടത്തിയിട്ടും അതിനെതിരെ നടപടിയെടുക്കുന്നില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇപ്പോഴത്തെ ഈ പരിപാടി നമുക്ക് കാണാവുന്നതാണ്. ഈ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു വിദ്വേഷ പരാമർശം അദ്ദേഹം നടത്തി. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ വരുന്നു. എന്നിട്ട് പോലും അതിനെ തള്ളി പറയാനോ അല്ലെങ്കിൽ അതിനകത്തെ ഒരു വാക്ക് പോലും പറയാനോ മന്ത്രിമാർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നടപടികളിൽ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിലേക്ക് പക്ഷേ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ മറ്റു മത സാമുദായിക സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ, കാരണം ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഇതാദ്യമായല്ല വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ഘട്ടങ്ങളിലായി ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഇതിലും കഠിനമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ കൂടെ നടത്തി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള നടപടി അല്ലെങ്കിൽ ഇതിനെതിരെ കേസെടുക്കുകയോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്കോ സർക്കാരോ അല്ലെങ്കിൽ പോലീസോ ഇതുവരെ പോയില്ല എന്നുള്ളതാണ്. ആ പോകാത്തത് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പരാമർശം നടത്താൻ പ്രചോദനമാകുന്നത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത്. ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.